നമസ്കാരം. ആദിക്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NIS +2 സോഷ്യോളജിയുടെ എക്സാമിന് ശേഷം നമ്മൾ ആദ്യത്തെ 19 ചോദ്യങ്ങൾ, അതായത് MCQs ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയായി കാണും. ഇനി ബാക്കി ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം. എത്ര മാർക്ക് നമുക്ക് ഏകദേശം കിട്ടും എന്നുള്ളൊരു ധാരണയായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമാധാനം കൂടിയല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 20ാമത്തെ ചോദ്യം സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. അതിൽ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നോക്കാം. ഗ്രൂപ്പ്സ് ആർ കോൾഡ് സോഷ്യൽ ബ്രിക്സ് ബൈ സം സോഷ്യോളജിസ്റ്റ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ട്രൂ ആണ്. രണ്ടാമത്തത് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് ഈസ് ടു ഫുൾഫിൽ എ സ്പെസിഫിക് നീഡ്. അതും ട്രൂ ആണ്. ക്ലാസ്, കാസ്റ്റ് ആൻഡ് ബ്യൂറോക്രസി ആർ എക്സാമ്പിൾസ് ഓഫ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്സ്. അത് ഫോൾസ് ആണ്, വെർട്ടിക്കൽ ആണ് വരേണ്ടത്. ഇനി അടുത്തത് 21ാമത്തെ ചോദ്യം ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. എവറി ഇൻഡിവിജ്വൽ ഓക്യുപ്പൈസ് എ സോഷ്യൽ പൊസിഷൻ ഇൻ എ സിറ്റുവേഷൻ ഓഫ്. കോൺഫ്ലിക്റ്റ് ഉണ്ട്, ലൈഫ് ചാൻസ് ഉണ്ട്, ഇൻ്ററാക്ഷൻ ഉണ്ട്. എവറി ഇൻഡിവിജ്വൽ ഓക്യുപ്പൈസ് എ സോഷ്യൽ പൊസിഷൻ ഇൻ എ സിറ്റുവേഷൻ ഓഫ് ഇൻ്ററാക്ഷൻ ആണ് അവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. അടുത്തത് എ സ്റ്റാറ്റസ് ഗിവൻ ടു ആൻ ഇൻഡിവിജ്വൽ ബിക്കോസ് ഓഫ് ദി ഫാക്ട്സ് റിലേറ്റഡ് ടു ഹിസ് ഓർ ഹെർ ബർത്ത് ഈസ് ഡാഷ് സ്റ്റാറ്റസ്. നമുക്ക് എക്സ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും കാസ്റ്റും ആണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ് അവിടെ ഉത്തരം വരേണ്ടത്. 22ാമത്തെ ചോദ്യം ആൻസർ ദ ഫോളോവിങ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ ദ ഫോളോവിങ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ. അസേർഷൻ, development is contextual and relative in nature. Reason, therefore the notion of development may differ from society to society. Option A is true but R is false. അതായത് അസേർഷൻ ട്രൂ ആണ് പക്ഷെ റീസൺ ഫോൾസ് ആണ് എന്നുള്ളതാണ്. B, A is false but R is true. C, both A and R are true. D, both A and R are false. അപ്പോൾ ഇതിലേതാണ് ആൻസറായിട്ട് വരുന്നത്? നമുക്ക് നോക്കാം. 22ാമത്തെ ആ കൊടുത്തിരിക്കുന്ന അസർഷനും റീസണും നോക്കുമ്പോൾ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. സി ആണ് ആൻസർ വരേണ്ടത് കേട്ടോ. അടുത്തത് സെക്കൻഡ് വൺ, ബേസ്ഡ് ഓൺ ദി ഫോളോവിങ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ. അസർഷൻ, advancement in the field of agriculture gets retarded if there is insufficient monsoon or increase if there is a normal monsoon in the next season. Reason, tendency for change goes up and down depending upon favorable or unfavorable circumstances. A is true but R is false. B, A is false but R is true. C, both A and R are true. D, both A and R are false. ഉത്തരം എന്താണ് വരുന്നത്? ബി ആണ്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ എന്നുള്ള ഉത്തരമാണ് വരേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തത്, ബേസ്ഡ് ഓൺ ദി ഫോളോവിങ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ. അസേർഷൻ, സോഷ്യൽ ചേഞ്ച് ഈസ് എ സിമ്പിൾ ആൻഡ് വൺ ഡയമെൻഷണൽ ഫിനോമിനൻ. റീസൺ, ചേഞ്ച് ഇൻ വൺ സ്ഫിയർ ഡസ് നോട്ട് എഫക്ട് അതർ സ്ഫിയേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ്. A is true but R is false. B, A is false but R is true. C, both A and R are true. D, both A and R are false. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ആൻസർ ഡി ആണ് വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ് എന്നുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. Fourth question, based on the following identify the correct option. Assertion, Babur propagated the concept of a state religion called Din-e-Ilahi, a synthesis of Hinduism and Islam. Reason, conflict between the old and new values leads to the creation of a completely new value system. ഇതിലെ ഓപ്ഷൻസ് A is true but R is false. B, A is false but R is true. C, both A and R are true. D, both A and R are false. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി. എ ഫോൾസ് ആണ്. ബാബർ അല്ല, അവിടെ അക്ബർ ആണ് ദിന്നി ഇലാഹിയുടെ കാര്യത്തിൽ വരേണ്ടത്. അപ്പോൾ എ ഈസ് ഫോൾസ് ബട്ട് ആർ റീസൺ ഇവിടെ ട്രൂ ആണ്. അപ്പോൾ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. 23, മാച്ച് കോളം എ വിത്ത് കോളം ബി. കോളം എ കോളം ബിയുമായിട്ട് മാച്ച് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാനാണ്. കോളം എയിൽ വേർഡ്സും കോളം ബിയിൽ ഡിസ്ക്രിപ്ഷനുമാണ് കൊടുത്തിട്ടുള്ളത്. കോളം എയിലെ വേർഡ്സ് നോക്കിയാൽ ദ റൂട്ട് സലാം ഇൻ അറേബിക്. 2, സിഖ് ഡിറൈവ്ഡ് ഫ്രം. മൂന്നാമത്തത് 2 ഗ്രൂപ്പ്സ് വിത്തിൻ ജൈനിസം.
നാലാമത്തത് ക്രിസ്ത്യാനിറ്റി ഈസ് എ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെ ചേരുംപടി ചേർക്കാൻ പറ്റും എന്ന് നോക്കാം. ഇനി ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ദിഗംബര ആൻഡ് ശ്വേതാംബര മീൻസ് ടു ബി ഇൻ പീസ്, ടു ബി ആൻ ഇൻ്റഗ്രൽ ഹോൾ. അടുത്തത് മോണോത്തിസ്റ്റിക് ഫെയ്ത്ത്. അടുത്തത് പാലി വേർഡ് ശിഖ ആൻഡ് സാൻസ്ക്രിറ്റ് വേർഡ് സിസ്യ. അപ്പോൾ ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ബിയുമായിട്ടാണ്. 1 ബിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തത് സിക്ക് ഡിറൈവ്ഡ് ഫ്രം, സിക്ക് ആണ്. സിക്ക് ഡിറൈവ്ഡ് ഫ്രം പാലി വേർഡ് സിഖ ആൻഡ് സാൻസ്ക്രിറ്റ് വേർഡ് സിസ്യ. ഇത് കണ്ടാൽ തന്നെ അതിൽ നിന്ന് കിട്ടും അല്ലേ, സിഖ എന്നുള്ള ആ ഒരു വേർഡ് കണ്ടാൽ തന്നെ കിട്ടും. അപ്പോൾ ഡി ആണ്, 2 ഡി ആണ്. 2 ഗ്രൂപ്പ്സ് വിത്തിൻ ജൈനിസം. ഡെഫിനറ്റ്ലി അത് ശ്വേതാംബരന്മാരും ദിഗംബരന്മാരുമാണ്. നാലാമത്തത് ക്രിസ്ത്യാനിറ്റി ഈസ് എ, അതിനെന്ത് കൊടുക്കാം? ഇനി അവശേഷിക്കുന്ന മോണോത്തിസ്റ്റിക് ഫെയ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതങ്ങ് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 4th സി ആണ് ആൻസർ വരേണ്ടത്. 24ാമത്തെ ചോദ്യം ഡിഫൈൻ ഇൻ 1 വേർഡ്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 1. റൂൾസ് ദാറ്റ് കണക്ട് ഇൻഡിവിജ്വൽസ് വിത്ത് പെർട്ടിക്കുലർ സെറ്റ്സ് ഓഫ് കിൻസ് നോൺ ഓർ പ്രിസ്യൂംഡ് കോമൺ ആൻസസ്ട്രി ആർ കോൾഡ് റൂൾസ് ഓഫ് ഡെസൻറ്റ് ആണ് അവിടെ വരേണ്ടത്. ഇവിടെ റൂൾസ് ഓഫ് ഡെസൻറ്റ് എന്നുള്ള വേർഡാണ് വരേണ്ടത്. 2. ദ സ്മോളസ്റ്റ് കിൻഷിപ്പ് ഗ്രൂപ്പ് ഈസ് എ ഡാഷ്. സ്മോളസ്റ്റ് കിൻഷിപ്പ് ഗ്രൂപ്പ് ഈസ് എ ന്യൂക്ലിയർ ഫാമിലി. 3. ഇൻ അവൻക്യുലേറ്റ് ദ ഫാദർ ഈസ് നോട്ട് കൺസിഡർ സോ ഇമ്പോർട്ടൻറ്റ് ആസ് ദി മദേഴ്സ് ബ്രദർ. മദേഴ്സ് ബ്രദർ ആണ് ആൻസറായിട്ട് വരുന്നത്, അമ്മയുടെ സഹോദരൻ. അവൻക്യുലേറ്റിൽ ഫാദർ ഈസ് നോട്ട് കൺസിഡർ സോ ഇമ്പോർട്ടൻ്റ് ആസ് ദി മദേഴ്സ് ബ്രദർ. അമ്മയുടെ സഹോദരനേക്കാൾ അച്ഛനും വലിയ വിലയൊന്നുമില്ല. അടുത്തത് 4. സൊസൈറ്റീസ് വിത്തൗട്ട് യൂണിലാറ്ററൽ ഡെസൻറ്റ് റൂൾസ് ആർ ഡാഷ്. സൊസൈറ്റീസ് വിത്തൗട്ട് യൂണിലാറ്ററൽ ഡെസൻറ്റ് റൂൾസ് ആർ ബയലാറ്ററൽ ആണ് അവിടെ ഉത്തരം വരേണ്ടത്. അടുത്തത് 5. ദ ജോയിൻറ്റ് ഫാമിലി വെർ ദ ഫാമിലീസ് ഇൻട്രസ്റ്റ് ഈസ് പ്രിയോറിറ്റൈസ്ഡ് ഓവർ ദി ഇൻഡിവിജ്വൽസ് എക്സിബിറ്റ് ഡാഷ്. കളക്റ്റിവിസമാണ് അവിടെ ഉത്തരം വരേണ്ടത്, കളക്റ്റിവിസം. അടുത്തത് 25ാമത്തെ ചോദ്യം നമ്മളോട് ഒരു പാസേജ് വായിക്കാൻ പറഞ്ഞിട്ട് അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാസേജ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ 25ാമത്തെ ചോദ്യം എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് 1. വാട്ട് ഫങ്ഷൻ ഓഫ് ദി ഫാമിലി ഈസ് ഓഫ് ഇമ്മെൻസ് സിഗ്നിഫിക്കൻസ് ആൻഡ് വൈ? വാട്ട് ഫങ്ഷൻ ഓഫ് ദ ഫാമിലി ഈസ് ഇമ്മെൻസ് സിഗ്നിഫിക്കൻസ് ആൻഡ് വൈ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ദ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ is of immense significance because it helps in bringing up children according to the culture of society. Without this function, the basic needs of both the individual and society would not be fulfilled properly എന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതായത് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കൾച്ചർ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അവിടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി 2ാമത്തെ ചോദ്യം, വാട്ട് ഡസ് സോഷ്യലൈസേഷൻ ഇൻവോൾവ്? വാട്ട് ഡസ് സോഷ്യലൈസേഷൻ ഇൻവോൾവ്? സോഷ്യലൈസേഷൻ ഇൻവോൾവ്സ് ലുക്കിംഗ് ആഫ്റ്റർ ആൻഡ് ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ അക്കോർഡിംഗ് ടു ദി കൾച്ചറൽ വാല്യൂസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ കൾച്ചറൽ വാല്യൂസ് അനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഈ സോഷ്യലൈസേഷനകത്ത് ഉൾപ്പെടുന്ന കാര്യം. ഇറ്റ് മേക്സ് ദ ചൈൽഡ് അവെയർ ഓഫ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. അതായത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സിനെ കുറിച്ച് കുട്ടി മനസ്സിലാക്കും. അതുപോലെ തന്നെ ലാംഗ്വേജ്, കസ്റ്റംസ്, എറ്റിക്വറ്റ്സ്, ബിലീഫ്സ്, നോംസ്, ടെക്നിക്സ് ഓഫ് ലിവിങ് ഇതൊക്കെ കുട്ടി മനസ്സിലാക്കും. ഇനി അടുത്തത് 3rd question, differentiate between material and non-material culture by giving 2 examples each. അപ്പോൾ നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും നോക്കിയാൽ മതി. മുമ്പുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറിലേക്കുള്ള ലീഡ് അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം അല്ലേ. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടാഞ്ചിബിൾ ആയിട്ടുള്ളത്, ഫിസിക്കലായിട്ടുള്ളതൊക്കെയാണ്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഹൗസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെയൊക്കെ വരും. അതേസമയം നോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാനോ
കാണാനോ ഒന്നും പറ്റില്ല, ഇൻടാഞ്ചിബിൾ ആയിരിക്കും. നമ്മുടെ കസ്റ്റംസ്, വാല്യൂസ്, ബിലീഫ്സ്, ലാംഗ്വേജ് അതൊക്കെ അങ്ങനല്ലേ. അപ്പോൾ അതൊക്കെ അതിന് എക്സാമ്പിൾ പറയാം. 2 എക്സാമ്പിൾ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ. നാലാമത്തെ ചോദ്യം വൈ ഈസ് ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ ആൻ എസെൻഷ്യൽ ഫങ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ? The transfer of culture is essential because without socialization culture cannot survive. Socialization ഇല്ലെങ്കിൽ കൾച്ചറിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. Socialization ensures that cultural knowledge, values and traditions are passed on from one generation to the next. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക്, അതായത് പുതിയ ജനറേഷനിലേക്ക് അറിവാണെങ്കിലും മൂല്യങ്ങളാണെങ്കിലും പാരമ്പര്യമാണെങ്കിലും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ സോഷ്യലൈസേഷനാണ്. അതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ട ഉത്തരം. ഇനി സെക്ഷൻ ബി ആണ് 26. വൈ ഈസ് സൊസൈറ്റി കൺസിഡർ അബ്സ്ട്രാക്റ്റ് ആൻഡ് ഹൗ ഡു സോഷ്യൽ നോംസ് ഹെൽപ്പ് ഇൻ റിയലൈസിങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്? എന്തുകൊണ്ടാണ് സൊസൈറ്റി ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് കരുതുന്നത്? ഹൗ ഡു സോഷ്യൽ നോംസ് ഹെൽപ്പ് ഇൻ റിയലൈസിങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്? എങ്ങനെയാണ് സോഷ്യൽ നോംസ്, നമ്മുടെ സമൂഹത്തിലുള്ള നോംസൊക്കെ ഈ സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിനെ റിയലൈസ് ചെയ്ത് എടുക്കുന്നത്? ഇതിനൊരു ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെങ്ങനെ ആൻസർ എഴുതാം? സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആണ്, കാരണം അതിനൊരു ഫിസിക്കലായിട്ടുള്ള ആ ഒരു രൂപമില്ല, അല്ലേ? അതുകൊണ്ട് അതൊരു അബ്സ്ട്രാക്റ്റ് ആണ്. പിന്നെ സോഷ്യൽ നോംസ് ഉള്ളത് കൊണ്ടാണ് ആ സൊസൈറ്റിയിൽ ആളുകൾ ഒരുമിച്ച് ഒരു രീതി പിന്തുടരുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളിലും. മനസ്സിലായില്ലേ? ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചടങ്ങുകളോ അല്ലെങ്കിൽ അവർ ചെയ്തു പോകേണ്ട മര്യാദാ രീതികളോ ഒക്കെ അവർ പിന്തുടരുന്നത് സോഷ്യൽ നോംസ് നിൽക്കുന്നത് കൊണ്ടാണ്. ആ സോഷ്യൽ നോംസ് ഒരു സൊസൈറ്റിയെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അതിനൊരു പൊതുവായിട്ടുള്ളൊരു ചട്ടക്കൂട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഫിസിക്കലായിട്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അതിനൊരു രൂപം എന്ന് പറയാനില്ല, പക്ഷേ അതിനെ ഒരുമിപ്പിച്ച് ഒരു കണ്ണി വലയത്തിൽ നിർത്തുന്നത് ഈ പറഞ്ഞ സോഷ്യൽ നോംസ് ആണ്. 27ാമത്തെ ചോദ്യം വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം സോഷ്യൽ കൺട്രോൾ? സോഷ്യൽ കൺട്രോൾ എന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ്, ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസമാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ നോംസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ സോഷ്യൽ കൺട്രോളിലേക്ക് വരുന്നത് എന്നും കൂടി ഒന്ന് എഴുതി കൊടുത്താൽ മതി. 28 what is the main difference between Hindu marriage and Muslim marriage? ഹിന്ദു മാരേജും മുസ്ലിം മാരേജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹിന്ദു മാരേജ് എന്ന് പറയുമ്പം സേക്രഡ് ആയിട്ട് ഇൻഡിസല്യൂബിൾ ആയിട്ട്, അതായത് ഡിവോഴ്സിനെ കുറിച്ചൊന്നും ഹിന്ദു മാരേജിൽ പറയുന്നൊന്നുമില്ല, അങ്ങനെ കാണുന്നു. ഹിന്ദു മാരേജിനെ സംബന്ധിച്ച ആക്ട് ഹിന്ദു മാരേജ് ആക്ടൊക്കെയാണ്. ആ ഒരു രീതിയിൽ നമുക്ക് എഴുതി കൊടുക്കാം. 8 വിവാഹ രീതികൾ ഹിന്ദു മാരേജിൽ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് മുസ്ലിം മാരേജിനെ സംബന്ധിച്ച് മുസ്ലിം മാരേജ് അതൊരു സിവിൽ കോൺട്രാക്റ്റ് ആയിട്ടാണ് കരുതുന്നത്. പങ്കാളികൾക്ക് ചില സ്പെഷ്യൽ റൈറ്റ്സും അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ പറയുന്നുണ്ട്. മുത്തലാഖ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഡിവോഴ്സായി പോകുന്നതിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. മുസ്ലിം മാരേജ് ആക്ട് പ്രകാരമാണ്. അതുപോലെ നിങ്ങൾ മുസ്ലിം മാരേജിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ആ ഒരു 4 ടൈപ്പ് നമ്മൾ പഠിച്ചതുമൊക്കെ വെച്ചിട്ട്. ഇനി 29ാമത്തെ ചോദ്യം നോക്കിയേ. എക്സ്പ്ലെയിൻ സാൻസ്ക്രിറ്റൈസേഷൻ. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉന്നത ജാതിക്കാരുടെ രീതികൾ, അവരുടെ ഭക്ഷണ സമ്പ്രദായം, വേഷധാരണ രീതികൾ, അങ്ങനെ തുടങ്ങി ഉന്നത കുല ജാതരായിട്ടുള്ളവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വാട്ട് ആർ ദി 3 കണ്ടീഷൻസ് നെസസറി ഫോർ എ കാസ്റ്റ് ടു അണ്ടർഗോ സാൻസ്ക്രിറ്റൈസേഷൻ? സാൻസ്ക്രിറ്റൈസേഷൻ സംഭവിക്കണമെങ്കിൽ അതിന് ഒരു കാസ്റ്റിനെ സംബന്ധിച്ച് വേണ്ടതായിട്ടുള്ള 3 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഒന്നവിടെ പറയാം, ആ ഒരു കാസ്റ്റ് ഒരിക്കലും അൺടച്ചബിൾസിൻ്റെ ആവരുത്. അതായത് നമ്മൾ ഹയറാർക്കി പറയുമ്പോൾ ഏറ്റവും ലോവർ കാസ്റ്റ് അതാവരുത്. അതുപോലെ തന്നെ ഇക്കണോമിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി
പവർഫുള്ളായിട്ട് വരുന്ന ഒരു കാസ്റ്റ് ആയിരിക്കണം. വേറെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹയർ കാസ്റ്റ് ആവാനുള്ള ഒരു പ്രൊലോങ്ഡ് ആസ്പിറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ നമുക്കവിടെ പറയാവുന്നതാണ്. അതായത് ഹയർ കാസ്റ്റ് ആവണം അവർ ആഗ്രഹിക്കുകയും അവർ ആ ഒരു രീതിയിൽ അവർക്കൊരു ഹിസ്റ്ററി അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്ത് അത്തരത്തിലൊരു നല്ല ഹിസ്റ്ററിയുടെ ഒരു ബാക്കപ്പ് ഒക്കെ ഉണ്ടാവണം അവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കാസ്റ്റിന് സാൻസ്ക്രിറ്റൈസേഷനിലേക്ക് പോകാനുള്ള കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്നത്. 30ാമത്തെ ചോദ്യം, ഹൗ ഡസ് ദി കോൺസെപ്റ്റ് ഓഫ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ സോഷ്യൽ ചേഞ്ച്? സോഷ്യൽ ചേഞ്ച് എപ്പോഴാണ് സംഭവിക്കുന്നത്? സൊസൈറ്റി ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ ചേഞ്ച് വരുന്നത്. അതായത് സിംപ്ലർ ടു മോർ കോംപ്ലക്സ് ഫോംസിലേക്കൊക്കെ സൊസൈറ്റി മാറുമ്പോൾ. അപ്പോൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സ്പെഷ്യലൈസേഷനും ഇൻ്റർഡിപ്പെൻഡൻസും ഒക്കെ അതിന് കാരണമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്കതിന് ഉത്തരം എഴുതി പോകാവുന്നതാണ്. അപ്പം നമുക്ക് ബാക്കി ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.